നമസ്തേ. എല്ലാവർക്കും ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്ലാക്ക് മാജിക് അഥവാ നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ അത് ആളുകളെ ബാധിക്കുമോ, പക്ഷെ അതിനെ എങ്ങനെ അതിജീവിക്കാം, ഒരു ഗുരുവിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എങ്ങനെ നമുക്ക് ഒരു കവചമായിട്ട് സ്ഥിതി ചെയ്യും, ഇതെല്ലാമാണ്. ഇങ്ങനെ ഒരു സംഭവം ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പൂജകളും കർമ്മങ്ങളും കൊണ്ട് മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതിത്ര വ്യാപകമായിട്ട് ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഈ മൈത്രി ചെയ്തു തുടങ്ങിയ പിന്നെയാണ്. മൈത്രി ചെയ്ത് കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് കാണിച്ചാൽ വിശ്വാസമില്ലാതിരിക്കുന്ന എനിക്ക് പോലും അങ്ങനെ ഒരു ദർശനം കിട്ടുകയാണ്. ഇന്ന രീതിയിലാണ് ഇവർക്ക് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അങ്ങനെ കുറച്ച് പേരൊക്കെ മൈത്രി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനുള്ള പ്രതിവിധികൾ ഞാൻ പറഞ്ഞത് അത് നമുക്കപ്പോൾ ഗുരു തരുന്ന പ്രതിവിധികൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ചിലർക്കൊക്കെ അത് പോസിറ്റീവായി, ചിലർക്കൊക്കെ അത് അത് അതേപടി അനുസരിക്കുക. ഞാനതാണ് പറയുന്നത്. ഒരു മൈത്രി ചെയ്തപ്പോൾ ഒരാളോട് ഞാൻ പറഞ്ഞു, ഒരു പെർട്ടിക്കുലർ വ്യക്തി അവരുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുണ്ട് എന്ന് മൈത്രി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു. ഒരു മൈത്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്, നെഗറ്റീവ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബന്ധു തന്നെ ഇങ്ങനെ ചെയ്യുന്ന ആളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരുമായിട്ടുള്ള ബന്ധം ഇപ്പോഴേ വിച്ഛേദിക്കുക, അവരുടെ വീട്ടിൽ പോവുകയോ അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പിണക്കാനുള്ള ഭയം കൊണ്ട് അവർ വീണ്ടും അവിടെ പോവുകയും അവിടെ നിന്ന് വെള്ളവും ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്തു. അവർക്ക് ഈ സോൾവ് ആയ ഇഷ്യൂസ് വീണ്ടും വരികയും ചെയ്തു. അപ്പം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ഓറ ഇതിനൊക്കെ അതിജീവിക്കുന്ന രീതിയിൽ മന്ത്രജപങ്ങൾ കൊണ്ടും മറ്റുള്ള സാധനകൾ കൊണ്ടും സ്ട്രോങ് ആക്കുക. കാരണം ഒരുപാട് സാധനകൾ മോഹൻജി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിയ ഒരു സാധന തന്നെയാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത വ്യത്യാസം വരും. അതുപോലെ ഓരോ മെഡിറ്റേഷൻസും, നമ്മുടെ ചാൻറ്റിങ്ങുകളാണെങ്കിലും ചാൻറ്റിങ്ങിൻ്റെ ശക്തിയെപ്പറ്റി ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്. ഇത് നല്ലൊരു ചാൻറ്റിങ് നമുക്കൊരു കവചമായിട്ട് മാറും എന്നുള്ളത്. ഇന്നലെ ഞാനൊരു നമ്മുടെ ഒരു സഹോദരി, ജയശ്രീ എന്നാണ് പേര്, ഞാൻ അത് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു ലേഡിയാണ്. അപ്പോൾ ജയശ്രീക്ക് മൈത്രി ചെയ്തപ്പോൾ ഹാർട്ട് ചക്രത്തിലെത്തിയപ്പോൾ ഭഗവാൻ ശ്രീരാമ പട്ടാഭിഷേകം അത്രയും ക്ലിയറായിട്ട് കാണുകയാണ്. അപ്പോൾ ഞാൻ ഭഗവാന്റെ വലിയ ഭക്തിയാണോയെന്ന് വെച്ചാൽ വിശ്വാസം ഉണ്ടെന്നല്ലാണ്ട് എൻ്റെ ഇഷ്ട ദൈവമൊന്നുമല്ല, അതുകൊണ്ട് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വന്നതല്ല. അപ്പോൾ ഞാൻ മൈത്രി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഭഗവാൻ രാമനെ അത്രയും ക്ലിയർ വിഷനാണ് എനിക്ക് കിട്ടി. ഇപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് കണ്ണിന് സുഖമില്ല, അതുകൊണ്ട് രാമായണം എനിക്ക് വായിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനതുകൊണ്ട് ബ്രഹ്മസ്തുതി മാത്രം ദിവസവും വായിക്കും, അത് മതി. അത് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരുന്നാൽ ആ ഒരു എനർജി നമ്മുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ആവുക ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു പ്രൊട്ടക്ഷൻ പോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു സാധന കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് പറയുന്നതിനോടൊപ്പം പിന്നെ ഞാൻ പലരെയും ഇത് മാറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ മോഹൻജി ഗ്രൂപ്പിൽ, അവരെയൊക്കെ റെഫർ ചെയ്യാറുണ്ട്. ഞാനത് ചെയ്യാറില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ പക്ഷേ മൈത്രി കൊണ്ട് തന്നെ മാറിപ്പോവാറുമുണ്ട് കേട്ടോ. പലർക്കും ചില ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്താൻ പറയാറുണ്ട്. കാലഭൈരവ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി കഴിഞ്ഞാൽ ഇതിന് കുറവുണ്ടാവും. അങ്ങനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നമ്മളെ പിന്നെ നമ്മൾ തൊടാതിരിക്കാനായിട്ട് നമ്മുടെ പരാശക്തി മെഡിറ്റേഷനിൽ ചാൻറ്റിങ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ പേരുടെ ഓറ സ്ട്രോങ് ആയി. പലരും അങ്ങനത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു കാര്യവും ബാധിക്കാറില്ല. ഇമോഷണലി നമ്മൾ ഭയങ്കര സ്റ്റേബിളായി, അങ്ങനെ പെട്ടെന്ന് അഫക്റ്റഡ് ആവുന്നത് മാറി. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറി, അവരെയൊക്കെ അകന്നു പോകും നമ്മുടെ ജീവിതത്തിൽ. അത് നമുക്ക് വളരെ അനുഭവമുള്ളൊരു കാര്യമാണ്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അതൊരു ഗുരുവിൻ്റെ പ്രൊട്ടക്ഷനുള്ള കുടുംബം അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും സാധനം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇതിലിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു ആക്റ്റീവ് മെമ്പറിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ പേര് പറയുന്നില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചതിനോട്. ആ കുട്ടി പറഞ്ഞു എനിക്കതൊന്നും പ്രശ്നമല്ല എന്ന്. ഞാൻ ആ കുട്ടിയുടെ ഒരു വോയിസ് ക്ലിപ്പ് അവസാനം ഇടുന്നുണ്ട്, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, പക്ഷെ പറയണ്ട. എനിക്ക് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. ആള് ആദ്യം നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഉടനെ മൈത്രി എടുക്കാൻ വന്നു എൻ്റെ അടുത്ത്. അപ്പോൾ മൈത്രി എടുത്തപ്പോൾ ഞാൻ കണ്ടത് വളരെ ഓൾഡ് സോളാണ് ഈ കുട്ടിയുടെ. പക്ഷേ ആ വളരെ കാലത്തിന് മുമ്പ് ഇതുപോലത്തെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവുമായിട്ട് ഈ കുട്ടി ഇൻവോൾവ് ആയിരുന്നു. അത് ചെയ്തിരുന്നോ, അത് ചെയ്യുന്ന ആൾക്കാരുടെ സഹായിയായിട്ട് നിൽക്കുമോ, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇൻവോൾവ് ആയിരുന്നു ആൾ വളരെ ആക്റ്റീവായിട്ട്.
അപ്പം ഇത് ക്ലിയർ ആയിട്ട് എനിക്ക് ആ ഒരു സമയത്ത് മൈത്രിയുടെ സമയത്ത് മനസ്സിലായി. ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷെ അതിനുശേഷം ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ആള് ഒരുപാട് പശ്ചാത്തപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഉണ്ടായ ആ ദുരനുഭവങ്ങൾ അനുഭവിച്ച ആ സോൾസിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നെ പതുക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആൾക്ക് ഇപ്പോൾ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ചില സോൾസ് അന്ന് ആ ഒരു നെഗറ്റിവിറ്റി അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച സോൾസ് ആളുടെ കൂടെ ഉണ്ട് അപ്പം അത് ആ ഒരു സോള് ഡിറ്റർമിൻ ചെയ്ത് വന്നതാണ് അവരെ ഞാൻ ഈ ജന്മത്തിൽ ഹെൽപ്പ് ചെയ്യുമെന്ന്. ആൾ അന്ന് ചെയ്തതിൻ്റെ കുറേ ഫലങ്ങൾ അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ചെയ്താണ്. ആരും പരിശുദ്ധരായതുകൊണ്ടൊന്നും അല്ല ഇവിടെ വന്ന് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒട്ടും ജഡ്ജ്മെൻറ്റിലല്ലാതെ പറഞ്ഞു, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആളത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ എന്താ പറയുക, എന്ത് സേവയ്ക്കാണെങ്കിലും വളരെ സെൽഫ്ലെസ്സായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മോഹൻജിയുടെ ഗ്രേസ് വളരെ പെട്ടെന്ന് തന്നെ ആൾക്ക് ലഭിക്കുകയും ചെയ്തു ആ കുട്ടിക്ക്. അപ്പം ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് വളരെ ഡീപ്പായിട്ട് ഇൻറ്റൻസായിട്ട് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ആളുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതായത് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ആൾ ജനിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന, കേരളത്തിൽ ഈ പറയുന്ന ദുർമന്ത്രവാദം കൂടോത്രമൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുള്ളൊരു സ്ഥലത്താണ് ആൾ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് നമ്മുടെ ഈ ചുറ്റുപാടും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് വീണ്ടും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതും പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതിൽ നിന്നും ആരും മുക്തരല്ല. അപ്പോൾ ആൾക്ക് എന്നിട്ട് ഓഫീസിൽ ഇപ്പോൾ ആൾക്ക് പക്ഷേ പ്യുവറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ ഒരാൾക്ക് ഭയങ്കര ദേഷ്യം. ഇത് മോഹൻജിയുടെ ഗ്രൂപ്പിൽ വരുന്നതിന് മുമ്പ് ഒരു സീനിയറായിട്ടുള്ള ഒരു സഹപ്രവർത്തകയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം. അപ്പോഴേക്കും മോഹൻജി ഗ്രൂപ്പിൽ വന്ന് ആൾ ആക്റ്റീവൊക്കെ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സഹപ്രവർത്തക ഈ കുട്ടിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യാനായിട്ട് അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെന്നു. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുടെ അടുത്ത് ചെന്നു. അപ്പോൾ ആ ആൾ ശരി ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് ഇവർ ചെയ്യപ്പെടേണ്ട ആളെ പറ്റിയൊക്കെ ഒന്ന് നോക്കും തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ആൾ പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ ചെയ്യണ്ട. ഈ കുട്ടിയെ നോക്കുമ്പോൾ ഇതിന് ചുറ്റും ഒരു വലിയ ഒരു പ്രൊട്ടക്ഷൻ, ഒരു വൈറ്റ് കളർ ഒരു പ്രൊട്ടക്ഷൻ കാണുന്നുണ്ട്. ആരുടെയോ പ്രൊട്ടക്ഷൻ ഈ കുട്ടിക്കുണ്ട്. അപ്പോൾ ഇതിനെ തൊടാതിരിക്കുകയായിരിക്കും നല്ലത്, കാരണം തിരിച്ചടിക്കും. അതുകൊണ്ട് നേരെ പോയി ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞിട്ട് ആ കുട്ടിയുമായിട്ട് നല്ല രീതിയിൽ പോകാൻ നോക്കുകയാണ്. നമുക്കത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി വൈറ്റ് ഓറ പ്രൊട്ടക്ഷൻ ആരുടെയാണ്, നമ്മുടെ ഗുരുവിൻ്റെ തന്നെയാണ്. അപ്പോൾ ഗുരുവായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക്, ഗുരുവായിട്ട് അത്രയധികം പ്രൊട്ടക്ഷൻ ഉള്ളവർക്ക് ഇതൊന്നും ബാധിക്കില്ല. അപ്പോൾ എന്താ പറയുക, ഒരു താൽക്കാലികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചടിക്കും. പക്ഷേ ഡീപ്ലി കണക്റ്റഡ് എങ്ങനെയാണെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. ഗുരുവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സറണ്ടർ ചെയ്യുക, ഗുരുവിൻ്റെ സേവ സ്വന്തം കർമ്മമായിട്ടെടുത്ത് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യുക. നമ്മൾ ഗുരുവിൽ നിന്ന് എന്ത് കിട്ടണം, എനിക്ക് ഗുരുവിൻ്റെ അടുത്തിരിക്കണം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ സഹായം കിട്ടണം, ഗുരു അത് ഇത് തരണം ഇത് തരണം എന്നല്ലാതെ നമുക്ക് ഗുരുവിൻ്റെ മിഷനിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് ചെയ്യുന്നവർ, ഇവരൊക്കെയാണ് പെട്ടെന്ന് മോഹൻജിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഇതൊന്ന് മോഹൻജി അറിയിക്കുമോ, അതൊന്ന് മോഹൻജി എന്താ ചെയ്തു തരാതെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കണക്റ്റഡേ അല്ല. അവർ കുറച്ച് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യും, മോഹൻജി ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ പോകും. ഗ്രൂപ്പിൽ നിന്ന് എത്രയോ പേര് പോയിരിക്കുന്നു, ഞാനതാണ് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ആര് വരുന്നു പോകുന്നു, ഗ്രൂപ്പിൽ ചേർക്കാമോ എന്ന് ചോദിക്കും, ചേർക്കും. ചിലർ ഇറങ്ങി പോകുന്നതാണ്, ഞാൻ മൈൻഡ് ചെയ്യില്ല. അവരെന്ത് പ്രതീക്ഷിച്ചിട്ടാണോ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവരെന്ത് പ്രതീക്ഷിച്ചിട്ട് വന്നതാണെങ്കിലും അവർക്കതിന് അർഹതയുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ആ ഗ്രൂപ്പിൽ, ഈ ഗ്രൂപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലത് നടക്കുന്നുണ്ട്, ഒരുപാട് അർഹതയുള്ളവർക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും ആയിരിക്കാം അവരുടെ ഗുരു, അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള പല പ്രതീക്ഷകളും വെച്ചിട്ട് വന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ നടക്കാതെ ആകുമ്പോൾ പോകുന്നവരാണ് കൂടുതലും. സെൽഫ്ലെസ് ആയിട്ട് സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ച് വരുന്നവരൊരിക്കലും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഈ ചെയ്യാൻ പോയ ആൾ തന്നെ വന്ന് ഈ കുട്ടിയോട് മാപ്പ് പറഞ്ഞ്, ഈ ലേഡിയോട് മാപ്പ് പറഞ്ഞ് ഇപ്പോൾ അവർ തമ്മിൽ നല്ല ടേംസിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ഒരു ഗുരുവായിട്ട് കണക്ഷൻ സ്ഥാപിക്കുക. അതിന് ചാൻറ്റിങ് ആവാം, മോഹൻജി ഗായത്രി ചാൻറ്റിങ് ആവാം, അല്ലെങ്കിൽ സേവ ചെയ്യലാവാം. ഏത് രീതിയിലാണെങ്കിലും അത് ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അതല്ല നമ്മൾ ഭദ്രകാളി 10, ഭദ്രകാളി മഹാത്മ്യം അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ ഇതൊക്കെ ചാൻറ്റ് ചെയ്യുന്നത്
ഇങ്ങനത്തെ നെഗറ്റീവ് എനർജികളെ അകറ്റി നിർത്താൻ. അത് പക്ഷേ ഒരു ദിവസം 2 ദിവസം 1 മാസം ഒന്നും ചൊല്ലി എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ചെയ്യണം. നിങ്ങൾ മെഡിറ്റേഷൻ ആണോ ചെയ്യുന്നത്, ആ ഒരു മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ചെയ്യണം. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്റ്റാഗ്നേഷൻ പീരീഡ് വരും, നമുക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ സംഭവിക്കുന്നുണ്ട്, ഇൻറ്റേർണലി സംഭവിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റേബിൾ ആവുന്നുണ്ട്, നമ്മുടെ ഓറ സ്റ്റേബിൾ ആവുന്നുണ്ട്. കാരണം ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നത് മൈത്രി എന്ന് പറയുന്ന ഒരു ഡിവൈൻ പ്രോസസ്സാണ്. ആ സമയത്ത് നമ്മൾ മോഹൻജിയുടെ വേറെ ചില ഡയമെൻഷൻസാണ് കാണുന്നത്. ആ ഒരു ഡയമെൻഷൻസിലേക്ക് മോഹൻജി നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക. അപ്പോഴാണ് ശരിക്കും മോഹൻജിയുടെ പരബ്രഹ്മ സ്വരൂപമൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ മോഹൻജി ഇതിലിപ്പോൾ ഞാൻ എപ്പോഴും എനിക്കൊരു ലേണിംഗ് പ്രോസസ്സാണ് മൈത്രി ഇതിനേക്കാളും അധികം. കാരണം എനിക്ക് വിശ്വാസം ഇല്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിയാണ് എന്ന് കാണിച്ചു തന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഇതൊക്കെ വെറുതെ ആൾക്കാർ പറയണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാട്ടിത്തരുന്നത്. പക്ഷെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളൊരു ഗുരുവിനെ സറണ്ടർ ചെയ്യുമ്പോൾ ഹോൾ ഗുരു മണ്ഡലമാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഗുരു തന്നെ വന്നിട്ട് എപ്പോഴും ഗുരുവിൻ്റെ ഫോമിലല്ല. ഗുരുമണ്ഡലം നമ്മളൊരു ഗുരുവിനെ സറണ്ടർ ചെയ്യുമ്പോൾ ഗുരുമണ്ഡലം, അത് നേരെ മറിച്ച് ഈ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു പ്രോസസ്സ് ചെയ്യാൻ പോയി, വേറൊരു ഗുരുവിൻ്റെ അടുത്ത് വേറെന്തോ കണ്ടു, അപ്പോൾ അങ്ങോട്ടേക്ക് പോയി വേറൊരു ഗുരുവിൻ്റെ കണ്ടു. ഇങ്ങനെ ഗുരുക്കന്മാരെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് ഗുരുമണ്ഡലം ഒരു ഗുരുവും അവരിൽ പ്ലീസ് ആവില്ല എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു ഗുരുവിൽ സറണ്ടർ ചെയ്യുക, ഗുരുവിൽ 100% വിശ്വസിച്ചാൽ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. ഹോൾ ഗുരുമണ്ഡലത്തിൻ്റെ ആ ഒരു ഗ്രേസ് ഉണ്ട്, ആ ഒരു എനർജി ഉണ്ട്, അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഈ പിന്നെ ആഭിചാരം കൂടോത്രമൊക്കെ ചെയ്യുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ എത്രയോ ജന്മങ്ങളിലേക്കുള്ള പാപകർമ്മമാണ് എടുത്തു വെക്കുന്നത്. അവരാരെയാണോ ദ്രോഹിക്കുന്നത് അവർ തന്നെ വീണ്ടും ജന്മം എടുത്ത് വരേണ്ടി വരും ഇവരോട് കണക്ക് ചോദിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവ് എനർജി ഇപ്പോൾ തൽക്കാലത്തെയൊക്കെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യസിദ്ധ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പോയി. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ വ്യക്തി, നമ്മൾ പറഞ്ഞ വ്യക്തി ഇതിൻ്റെയൊക്കെ അടുത്താണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്പലങ്ങളിൽ ചെല്ലുന്നത്, ചാക്ക് കണക്കിന് പൈസയാണ്. അവർക്ക് താൽക്കാലികമായിട്ടൊരു വിജയമുണ്ട് ഇവിടെയൊക്കെ ചെല്ലുന്നവർക്ക്. പക്ഷേ അവർ കരുതി വയ്ക്കുന്നത് എത്ര വലിയ ബാഡ് ബാങ്ക് ബാലൻസ് ആണെന്ന് അവരറിയുന്നില്ല. അവർ ഇവിടെ ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നുണ്ടോ. അപ്പോൾ ഏറ്റവും അധികം മനുഷ്യരെ ബൈൻഡ് ചെയ്ത് ഇരുട്ടിലാക്കുന്ന ഒരു സംഭവമാണ് മറ്റൊരാൾക്കെതിരെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഒക്കെ പ്രയോഗിക്കുന്നത്. ഈവൻ ഗുരുക്കന്മാർക്കെതിരെ വരെ അത് പ്രയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, നെഗറ്റിവിറ്റി. അപ്പോൾ ഒരു ഗുരു എന്ന് പറയുന്നത് അവർ സൂര്യനെ പോലെയാണ്. അപ്പോൾ അവരവിടെ ഉള്ളപ്പം അവിടെ ഇരുട്ടിന് എന്താ പറയുക സ്ഥാനമില്ല. ഇപ്പോൾ ഗുരുവിൽ സറണ്ടർ ചെയ്തത് മാത്രം പോരാ, എന്താ പറയുക, ഒന്നെങ്കിൽ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നിഷ്കാമമായിട്ടുള്ള കർമ്മം, അല്ലെങ്കിൽ ജ്ഞാനയോഗം. ഈ ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ അറിവ് സമ്പാദിക്കുക. നമ്മുടെ ഈ പാറ്റേൺസ് എന്തുകൊണ്ട് ഇപ്പം ഈ കുട്ടിയുടെയൊക്കെ കാര്യത്തിൽ ആ പാറ്റേൺ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാറ്റേണെ ബ്രേക്ക് ചെയ്യാൻ ഗുരുവിൻ്റെ സാന്നിധ്യത്തിന് സാധിച്ചുള്ളൂ. അപ്പോൾ ഈ മോഹൻജിയുടെ വീക്ക്ലി ടോക്സിനെയൊക്കെ പറ്റി ഞാൻ പറയാറുണ്ട്, ഇത് ജ്ഞാനയോഗമാണ്. നമ്മൾ ആ ഒരു ഓറയിലിരുന്നിട്ട് മോഹൻജിയായിട്ട് ലൈവായിട്ട് നമ്മൾ കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഇപ്പം മോഹൻജിയുടെ ഒരു കാര്യം തന്നെ നമ്മൾക്ക് മനസ്സിലായി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് നമ്മുടെ സിസ്റ്റത്തിൽ എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ കുറേ കാലം എടുക്കും. എനിക്കതറിയാം. കാരണം ആദ്യകാലത്തൊക്കെ മോഹൻജി പറയുന്നത് എസ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ടെങ്കിലും അത് പ്രാക്ടിക്കലാക്കാനും അത് നമ്മൾ എംപവേർഡ് ആക്കാനൊക്കെ ഒരുപാട് കാലം എടുത്തു. ഈ ടോക്സും ഇതുമൊക്കെ കേട്ടാണ് നമുക്ക് ഈ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ധൈര്യം കിട്ടുന്നത്. നമ്മൾ വൺസ് ആ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാൻ ധൈര്യം കാണിച്ചാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. പക്ഷെ അതിന് ജ്ഞാനയോഗം വേണം. അപ്പോൾ അതിൽ നിഷ്കാമമായിട്ട് പ്രവർത്തിക്കാം. കർമ്മയോഗത്തിൽ നിഷ്കാമമായിട്ട് കർമ്മയോഗം ചെയ്യാം. ഭക്തിയോഗം ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഞാൻ കൃഷ്ണൻ്റെ ഭക്തയാണേ എന്നും പറഞ്ഞിട്ട് ഇപ്പം യൂട്യൂബും ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ കാണുന്നുള്ളൂ. പക്ഷേ കൃഷ്ണൻ എന്ത് തന്നാലും സ്വീകരിക്കാൻ തയ്യാറാവുന്നതാണ് ഭക്തി. ചിലപ്പോൾ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. ആരോടും കംപ്ലൈൻറ്റ് പറയാൻ പാടില്ല. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ പാടില്ല. എനിക്ക് ദുഃഖം മാത്രമാണ് കൃഷ്ണ തന്നേക്കണേ എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതാണ് കണ്ടീഷണൽ ഭക്തിയാണോ? അല്ല. അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ആരെയും കളിയാക്കിയതല്ല. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്, കൃഷ്ണനാണ് ഏറ്റവും അധികം ഫേസ്ബുക്കിൽ ഫേമസ് ആയിട്ടുള്ള ദൈവം തോന്നുന്നു. കൃഷ്ണനെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണ്. പക്ഷെ കുറച്ചൊക്കെ എന്താ പറയുക, നല്ല വ്യൂസ് കിട്ടാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നീടായിട്ട്. അപ്പം എന്താ പറയുക, നിഷ്കാമ ഭക്തി ആയിക്കോട്ടെ, എന്താ പറയുക, രാജയോഗപാദ്, രാജഗുഹ്യ രാജയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവത്ഗീതയിലെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി നമ്മളുടെ പാതയാണ്. എല്ലാം ഫുൾഫിൽ ചെയ്തു പോവുക. അതായത് നമ്മുടെ ഡിസയേഴ്സ് ഇല്ലാതെയായി പോവുക. ഭയങ്കര ഡിസയേഴ്സ്. ഇപ്പം ചില ഡിസയേഴ്സ് തന്നെ ഇപ്പോൾ 20 വയസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളല്ലല്ലോ ഇപ്പം നമുക്ക് 50 വയസ്സിലുണ്ടാവുക.
അപ്പോഴേക്കും നമുക്കത് വേണ്ട. അത് നമുക്ക് എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളതിനേക്ക് മുകളിലേക്ക് പോയി. അതൊക്കെ ഈ ജ്ഞാനയോഗം കർമ്മയോഗം ഒക്കെ ചെയ്യുമ്പോൾ വരും. അപ്പോൾ തന്നെ പൊഴിഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, കുറേ കാര്യങ്ങൾ. പക്ഷേ വളരെ ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട് എങ്കിൽ അത് നമുക്ക് ഫുൾഫിൽ ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പാതയിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് ഉണ്ടോ നെഗറ്റിവിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ എനിക്ക് ഗ്രൂപ്പിൽ മറ്റുള്ളവരുടെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പം മനസ്സിലായി ഇതുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സാധന ശക്തമായിരിക്കണം, നമ്മുടെ ഓറ ശക്തമായിരിക്കണം. നിങ്ങൾക്ക് ജപിക്കാനോ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അതല്ല കർമ്മം ചെയ്യാനോ പറ്റുമെങ്കിൽ അത് ചെയ്യുക, ഗുരുവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതുണ്ട്. അപ്പം ഞാൻ ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു, ഞാൻ പേര് പറയുന്നില്ല, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിട്ട വോയിസ് ക്ലിപ്പും കൂടെ ഞാൻ ഇടുകയാണ്. അപ്പം വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ ഞാൻ പേര് പറയാതെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ആളെ മനസ്സിലാവും. പക്ഷേ പേര് പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചു, ഒരു അൺനോൺ ആയിട്ടിരുന്നോട്ടെ. കാരണം ഇത് നമ്മുടെ ഗ്രൂപ്പിലല്ലാത്ത ഒരുപാട് പേരും കേൾക്കുന്ന ഒരു വീഡിയോ ആണല്ലോ. അപ്പം ഈ ഒരു കാര്യം പറയാനാണ് വന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ധൈര്യമായിട്ട് പറഞ്ഞു ദീപാജി, എന്റെ പേര് പറയണെങ്കിലും പറഞ്ഞോളൂ. എനിക്കത് ഒന്നും മറച്ചു വെക്കാത്ത ഒരാളാണ് ഞാൻ ലൈഫിൽ. എനിക്കൊരു കുഴപ്പമില്ല എന്റെ പേര് പറഞ്ഞോണ്ട്. കാരണം എനിക്ക് നല്ല പോലെ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മോഹൻജിനടുത്ത് വന്നതിന് ശേഷം തന്നെയാണ് ഞാൻ എന്താ പറയാ ഭയങ്കര പോസിറ്റീവായി. എന്റെ സ്വഭാവം മാറി, ആളുകൾക്ക് എന്നോടുള്ള സമീപനം മാറി. ഞാൻ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ ആളുകൾക്ക് എന്നോടൊരു ഇഷ്ടം, ഒരു ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാവുന്നു. ഇതൊക്കെ ഇതിൽ വന്നതിന് ശേഷം മാത്രം ഉണ്ടായ മാറ്റമാണ്. അത് എവിടെയും പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം ഗുരു തന്നെയാണ് എന്നെ നയിക്കുന്നത്, എന്നെ എല്ലാറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് മോഹൻജിയാ. ഞാനൊരു ഡിപ്പാർട്ട്മെന്റില് എന്റെ ടേബിളിൽ ഇപ്പൊ ഒരെണ്ണം ഫ്രെയിം ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം മോഹൻജി തന്നെയാണ് എന്നെ ലീഡ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിന് എനിക്കൊരു തർക്കമില്ല. അത് ഞാൻ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ തയ്യാറാണ്. അത് അനുഭവിക്കുകയാണ്, എന്റെ വീട്ടിലുള്ളവർക്ക് വരെ അറിയാം. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ ഒരു മടിയില്ല. എനിക്ക് ഇഷ്ടം പോലെ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു വെളിച്ചമാണ് എല്ലായിടത്തും. വെളിച്ചം മാത്രം എനിക്ക് ഇഷ്ടമുള്ളൂ, കാണാൻ താല്പര്യമുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് എവിടെയും പറയാനും പേര് പറഞ്ഞുകൊണ്ടൊന്നും എനിക്കൊരു കുഴപ്പമില്ല ദീപാജി. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത കർമ്മങ്ങളോ അല്ലെങ്കിൽ മുമ്പുള്ള കർമ്മങ്ങളോ ഈ ജന്മത്തിലെങ്കിലും എനിക്ക് തിരുത്താൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ യാതൊരു പ്രശ്നമേ ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അപ്പോൾ ഇതൊരു സാങ്കല്പിക കഥയല്ല, സത്യമാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ കൂടിയാണ് ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇടുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.